ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഈ 3 കോടി ജനങ്ങളും തെറി വിളിക്കാത്ത മനുഷ്യന്മാരും വലിയ കേരളത്തിലല്ലോ. തൊടുപുഴ സർക്കിളിലും കണ്ട് വർക്ക് ചെയ്യുന്ന സാറന്മാർ രണ്ടുപേരും വന്ന് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നീ പറയുന്ന കണ്ടന്റിൽ കാര്യമുണ്ട്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. അവന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷേ എടുക്കൂന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതിനായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷ പറയാറുണ്ട്. നമ്മൾ മറ്റേ പറഞ്ഞ ഇത്തിരി എനിക്കത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. നമ്മൾ കോണ്ടന്റും തള്ളക്കി അല്ല, അതാണ് സംഭവം അല്ലേ. എനിക്ക് വിക്കി മെസ്സേജ് അയച്ചതാ. നീ എന്തുവാ പറയുന്നേ? ഞാനോ നീ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മോട്ടിവേഷണൽ മുക്കുത്തി ഇപ്പം ചൊറിയാത്ത ആരും ഇല്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിൽ നിൽക്കുന്ന എല്ലാവരെയും തന്തയ്ക്ക് വിളിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നമ്മുടെ മോട്ടിവേഷണൽ മുക്കുത്തി. മോട്ടിവേഷൻ്റെ പേരിലാണ് തന്തയ്ക്ക് വിളി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇദ്ദേഹം ഒരുപാട് തെറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് പച്ചയ്ക്ക് പറഞ്ഞിടുന്നതെന്നാണ്, മോട്ടിവേഷണൽ രീതിയിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഫാൻസ് എന്നുള്ള പേരിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തിരിച്ച് ഒരുപാട് തെറി കമൻസ് ആണ്. അതായത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള തെറി കമൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ റീൽസിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഇൻ്റർവ്യൂ ഒന്നും ഇയാളെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്താനുള്ള യോഗ്യത ഇദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഓക്കെ, ഇപ്പം എന്നെപ്പോലുള്ള ഒരാളെ വിളിച്ച്, ഇപ്പം ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ, അത്ര മാത്രമേ ഉള്ളൂ. ആസ് എ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് എന്നെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ എന്നെ സ്വയം വിലയിരുത്താനോ എനിക്ക് പറ്റില്ല. അപ്പം ആ രീതിയിൽ ഒരാളല്ലാത്ത പക്ഷം ഇദ്ദേഹത്തിനെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്താൻ മാത്രം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇദ്ദേഹം ഓൾറെഡി സംഭവമാണെന്ന് സ്വയം ധരിച്ചിരിക്കുകയാണ്. ആ സംഭവം ആകൽ ഒന്നും കൂടി എന്താ പറയുക വളരാനേ സാധ്യതയുള്ളൂ. കാരണം ഇൻ്റർവ്യൂ വിളിച്ച് വരുത്തുമ്പം എന്തായാലും സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഷസാമിൻ്റെ അച്ഛനെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. എല്ലാവരും ആ വീഡിയോ കണ്ടതാണ്. ഷസാമിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലേഡി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും ഇവൻ നല്ല രീതിയിൽ തന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈ ആയിട്ട് ആ പെൺകുട്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ബാക്കി വീഡിയോ കണ്ടിട്ട് നമുക്ക് മറുപടിയോ റിപ്ലൈ ഒന്നും കൊടുക്കാതെ പോകണ്ട. തന്നെ പറഞ്ഞു 18 അല്ലെങ്കിൽ ഒരു 13-14 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചെന്തോ നമ്മൾ ഭയങ്കര വലിയ സംഭവമായി, ഞാൻ ഇങ്ങനെ തെറി വിളിക്കുന്നത്ര ആയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെസ്സേജും കൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഈ 3 കോടി ജനങ്ങളും തെറി വിളിക്കാത്ത മനുഷ്യന്മാരും വലിയ കേരളത്തിലല്ലോ എല്ലാവരും. അത് അദ്ദേഹം പറഞ്ഞ വളരെയധികം ശരിയാണ്. തെറി വിളിക്കാത്തവരായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ ആരുമില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു എന്താ പറയുക 2000-3000 ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ആൾക്കാർ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മുക്കുത്തി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും എത്ര വലിയ പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും തെറി എന്തായാലും പറഞ്ഞിരിക്കും. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല, മനുഷ്യന്മാരല്ലേ പറയായിരിക്കും. അത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞോളൂ. എനിവേസ്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോ ഞാനിപ്പോ തെറി വിളിച്ചാൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. പക്ഷെ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരാളെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോച്ച ആളാ. അപ്പൊ ഇങ്ങോട്ടേക്കായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതും ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും വെക്കുന്ന ഒരാളുമല്ല. അതങ്ങനെ പറയും, എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അതവിടെ കഴിഞ്ഞു, ഞാനത് വിട്ടു. പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ മനസ്സിൽ വെച്ച് പകയാക്കി മാറ്റാനോ ഒരിക്കലും ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൊടുപുഴ സർക്കിളിലും കണ്ട് വർക്ക് ചെയ്യുന്ന സാറന്മാർ രണ്ടുപേരും വന്ന് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നീ പറയുന്ന കണ്ടന്റിൽ കാര്യമുണ്ട്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഷസാമിന്റെ. തൊടുപുഴയിലുള്ള 2 സാറുമാർ, ആരാണ് ആ 2 സാറുമാർ എന്ന് എന്തായാലും അറിയില്ല. ഈ തൊടുപുഴയിലുള്ള ഈ സാറുമാർക്ക് എനിക്ക് തോന്നുന്നു തെറി ഭയങ്കര ഇഷ്ടമായിരിക്കാം. മേ ബി അതായിരിക്കാം. കണ്ടന്റോ, എന്ത് കണ്ടന്റാണ് ഈ തെറി പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യാന്ന് പറയുന്നത്? അതാണോ കണ്ടന്റ്? എടാ, മാന്യമായിട്ട് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് പേര് മോട്ടിവേഷൻ നല്ല രീതിയിൽ എന്താ പറയുക, സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അനുഭവം കൊണ്ട് നല്ല രീതിയിൽ മാന്യമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇൻസ്പിറേഷൻ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലേ? ഒരു ഇൻസ്പിറേഷണൽ സ്പീച്ചായിട്ടും നമ്മൾ ഇൻസ്പിറേഷണൽ മോട്ടിവേഷനായിട്ടൊക്കെ തോന്നുന്നൊരു പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്.
അതിൽ തെറി പറഞ്ഞ് ഒരു വെറൈറ്റി ആയിട്ട് തെറി പറഞ്ഞ് മോട്ടിവേഷൻ നടത്തുന്ന ഒരാൾ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ക്വാളിറ്റി ആണ് നീ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തെറി വിളിക്കുന്നതാണ് നിനക്കൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത്. പിന്നെ അടുത്ത ചോദ്യം, ഷസാം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? നീ തെറി വിളിക്കുന്ന വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നീ തെറി വിളിച്ച് മോട്ടിവേഷൻ കൊടുക്കുന്ന കണ്ടിട്ട് നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നീ വാശി പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ മോനെ. നിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. കാരണം നീ ആ മോട്ടിവേഷൻ അല്ലാത്ത രീതി ചെയ്ത് നോക്കി, ചിലപ്പോൾ ഷസാം വരെ നിന്നെ ഇഷ്ടപ്പെട്ടേനെ, ചിലപ്പോൾ ഷസാമും നിന്റെ ഫാനായി മാറിയേനെ. അത് കുഴപ്പമുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ. പിന്നെ നീ തെറി വിളിക്കുന്ന മോട്ടിവേഷൻ കേട്ട് നിന്നെ ഇഷ്ടപ്പെടണമെന്ന് നീ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമില്ല. കാരണം ഓൾറെഡി നീ സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് നീ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം എല്ലാവരും കയറി നീ ചൊറിയും അങ്ങോട്ട്. തെറി വിളിക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് കരുതിയിട്ടാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതാണ് ഏറ്റവും വലിയ അധപ്പതനം എന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നെ നെഗറ്റീവായിട്ട് കാണാത്തവരായിട്ട് ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നീ നിന്റെ വില തന്നെ കൊണ്ടുപോയി കളയാണ്. സോഷ്യൽ മോട്ടിവേഷൻ, അതും തെറി മോട്ടിവേഷൻ എന്നുള്ള പേരിൽ നിനക്ക് ഫാൻസ് ഉണ്ട്, നീ വലിയ സംഭവമാണെന്ന് കരുതി നീ നിന്റെ വില തന്നെ കൊണ്ടുപോയി കളയാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഫേമസ് ആയിട്ടുണ്ടാവാം, നീ തെറിയിലൂടെ ഫേമസ് ആയിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഇഷ്ടപ്പെടുന്ന 10-12 ആൾക്കാരിൽ ബാക്കി 100% ആൾക്കാരും നിന്നെ അത്രയധികം, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാവും നിന്നെ എത്ര പേര് ഇഷ്ടപ്പെടാത്തവരുണ്ട്. തിരിച്ച് നിന്നെ തെറി പറഞ്ഞ് അങ്ങേപ്പുറം ആ കമന്റ് ബോക്സ് നിറയ്ക്കുകയാണ് ആൾക്കാർ. നീ എത്ര തെറി അങ്ങോട്ട് വിളിക്കുന്ന അതിനേക്കാൾ ഉപരി ഇങ്ങോട്ട് എത്രയോ തെറി നിനക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. നീ അറിയുന്നില്ല, അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി നിൽക്കുവാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സംഭവം എന്നുള്ള സ്വയം കാഴ്ചപ്പാട് മാറ്റി വെക്കുക. ഞാൻ ആ റിയാക്ഷൻ ചെയ്ത എന്റെ വീഡിയോ ഞാൻ ഇട്ട് അതിന് ശസം റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ തിരിച്ചെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു എന്റേതായുള്ള രീതി. അപ്പൊ ഞാൻ ചെയ്ത എന്റെ ഭാഗം കൊണ്ട് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ എന്താണ് കണ്ടന്റ് ബേസിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവനെ അച്ഛനെ തെറി വിളിച്ചു, അവന്റെ അച്ഛനെ ഞാൻ തെറി വിളിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. ഞാൻ നിന്റെ തന്തയാടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് എഡിറ്റേഴ്സ് കഴിയുമ്പോൾ കുറെ പേര് വീഡിയോ റീസെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു. എഡിറ്റേഴ്സ് ഏതാണോ എഡിറ്റേഴ്സ്? നീ ഷസാമിന്റെ തന്തയ്ക്ക് വിളിച്ചു. ഷസാമിൻ്റെ മാത്രമല്ല, ആ ഒരു ലേഡിയുടെ തന്തയ്ക്കും നീ വിളിച്ചു. പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ അറിയാത്ത രീതിയിൽ വിളിച്ചിട്ട് ശേഷം ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. സോഷ്യൽ മീഡിയ മൊത്തം കൈകാര്യം ചെയ്തൊരു ചാപ്റ്ററാണത്, ഷസാമിൻ്റെയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെയും. നീ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് വിളിച്ചില്ല എന്ന് പറയാം. നിൻ്റെതായ രീതി എന്ന് പറയുന്ന ഒരാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണോ നിൻ്റെതായ രീതി എന്ന് പറയുന്നത്? അച്ഛനമ്മ എന്ന് പറഞ്ഞ ആ ഒരു വേർഡിനും ആ ഒരു വ്യക്തികൾക്കും നിനക്ക് ബഹുമാനമില്ലെങ്കിലും ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്. മനസ്സിലായോ? വിളിച്ചിട്ട് ഞാൻ വിളിച്ചില്ല എന്ന്, എന്നിട്ട് ഞാനത് മൊത്തം ഡിലീറ്റ് ചെയ്തു. എന്തിന്? നീയല്ല നിൻ്റെതായ രീതിയിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാളല്ല, നിൻ്റെതായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അത്ര പേടിയില്ല, നീ എന്തിനാ ഡിലീറ്റ് ചെയ്തത്? അത് അവിടെ വെക്കണമായിരുന്നു. സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചപ്പോൾ നീ അത് ഡിലീറ്റ് ചെയ്തു അല്ലേ? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ അധപ്പതനത്തിനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നീ നിൻ്റെതായ രീതിയിൽ തന്നെ പോയാൽ പോരെ. നിന്നെ ചൊറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ചൊറിയും, അത് 100% ഉറപ്പാണ്. നീ അത്രയും പച്ചയ്ക്കാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം നീ വാശി പിടിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ചിലപ്പോൾ നിന്നോട് വെറുപ്പ് തോന്നുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ടാവുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞില്ല, തെറി വിളിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ആൾക്കാർ കുറവാണ് എന്നുള്ളതാണ്. കയ്യിലെണ്ണാവുന്ന, നിന്നെ പോലുള്ള കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മുക്കുത്തി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് SK അറിയാം. ഇവരുടെ നിന്റെ അടുത്ത് ഞാൻ ഈ വിവരം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്തിട്ട് പോകട്ടെ ബ്രോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തമാശ രീതിയിൽ അതവ എടുക്കൂന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പൊ അതിനായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷ പറയാറുണ്ട്. നമ്മൾ മറ്റേ പറഞ്ഞ ഇത്തിരി എനിക്കത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ബ്രോ. നമ്മളെ കോണ്ടന്റും തള്ളക്കി അല്ല, അതാണ് പല സംഭവം. അല്ല എന്തെങ്കിലും കൊടുത്തേ ഞാൻ നൈസായിട്ട്. പക്ഷെ എന്തെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഞാൻ രണ്ടെണ്ണം പറയും, അത് എവിടെയെങ്കിലും വെച്ച് എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്. അങ്ങനെ അത് വിട്, അതെന്തെങ്കിലും അതിനെന്തിനാ ചെയ്തി പഠിച്ചാലോ. അപ്പൊ ഏതായാലും വേണം ബ്രോ, എന്തായാലും അന്ന് അങ്ങനെ സാധനം ചെയ്തത് ഏകദേശം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഒരു 10-78 ലക്ഷം 80 ലക്ഷമുള്ള ആൾക്കാരിലേക്ക് പോയി. ആ സമയത്ത് ഷസാം ബ്രോ അന്ന് ഒരു 7 മാസം മുന്നേ ഷസാം ബ്രോ വന്ന് ചിരിക്കുന്ന ഒരു കമന്റും ലൈക്കും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് താരം ഞാനും അണ്ണാന്ന് വിളിച്ചിട്ട് ഞാൻ ലവ് ചിഹ്നം കൊടുത്തു. എനിക്ക് സത്യമാണ്. എന്തിനാണ് ഇവന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാല്, പുറകെ പോകുന്നല്ല, നമ്മൾ പറഞ്ഞില്ലേ, കിട്ടുന്ന സമയത്ത് കാണുന്ന സമയത്ത് എന്തെങ്കിലും പറയാനല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവനെ പോലെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ തെറി വിളിച്ചു എന്ന് കരുതി തിരിച്ച് തെറി വിളിക്കാൻ തുടങ്ങിയാൽ ഇവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ള ചോദ്യമാണ് ഷസാം ചോദിച്ചത്. സത്യമാണ്. പിന്നെ ഷസാമിന്റെ കണ്ടന്റ് അതല്ല. ഞാൻ ഷസാമിനെ ഓൾറെഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു കണ്ടന്റ്, ഞാൻ സത്യം പറഞ്ഞ ഒരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ്. കാരണം കുറച്ചും കൂടി ജെന്യൂനായിട്ട് റിവ്യൂ പറയുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വെറുതെ ഒരു ഫോണിന് ഒരുപാട് പൊക്കി അടിച്ച്
ഡയലോഗ് അടിക്കുന്നതിനേക്കാൾ എതിരി അതിൻ്റെ നെഗറ്റീവ്സ് മാത്രം ഒരുവിധം ചൂണ്ടിക്കാണിച്ച് നല്ല പോസിറ്റീവ് സൈഡും തന്നെ ചൂണ്ടിക്കാണിച്ച് ജെന്യൂൻ ആയിട്ട് ചെയ്യുന്ന ഒരാളെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് ഞാൻ സീരിയസ്ലി. ഉണ്ട്. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നം എനിക്കൊരു യൂട്യൂബർ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചത് കാർത്തിക് സൂര്യേട്ടന്റെയും അതുപോലെ തന്നെ കാർത്തിക് സൂര്യേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ഈ ഫണ്ണായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ എന്റെ കൂട്ടുകാരനെ ബാക്കിൽ നിർത്തിയിട്ട് ഞാൻ നിന്റെ തന്തയാന്ന് പറയുന്ന ഒരു സീനുണ്ട്. പക്ഷെ ഞാൻ ഇത് പുള്ളിക്ക് കേട്ടോ എന്ന് ചിന്തിച്ചില്ല. എന്റെ പേരിൽ ഇന്നലെ ഇന്റർവ്യൂ ഞാൻ സോറി പറഞ്ഞു, ഇപ്പോഴും ഞാൻ സോറി പറയാൻ ബ്രോ. ഞാനൊരു ഫൺ സ്റ്റേജിൽ മാത്രം ചെയ്തതാണ്, അല്ലാണ്ട് നിങ്ങളെ എന്തിനാണ് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തതല്ല. പിന്നെ വിക്കി ആണെങ്കിൽ പോലും വിക്കി എന്നെ താവൂട്ടി തെരുവിടിച്ചത് മാത്രമാണ് ഞാൻ തിരിച്ചും താവൂട്ടി തെരുവിടിച്ചത്. ഓക്കെ, അല്ല എന്താ പറയാ, ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫാമിലീസിലൊക്കെ കയറി കളിക്കുന്നത് ഭയങ്കര മോശമാണ് ബ്രോ, സത്യം പറയാലോ. നിങ്ങളാണെന്നല്ല എങ്കിൽ പോലും. ഫൺ സ്റ്റേജ് ഏതാണ് ഈ ഫൺ സ്റ്റേജ്? എനിക്ക് മനസ്സിലായില്ല. ഫണ്ണ് ചെയ്യുന്ന കാര്യമാണോ? പച്ചയ്ക്ക് തെറിയും പറഞ്ഞ് ഒരാളുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ട് പറയാണ് ഞാൻ ഫണ്ണ് ചെയ്തതാണ്. എന്ത് ഫണ്ണിൽ? അത്രയും ആൾക്കാർ ഏറ്റെടുത്ത് അത്രയും ആൾക്കാരത് തിരിച്ച് നല്ല രീതിയിൽ തന്നെ നാട്ടുകാരെ മൊത്തം ഞാൻ എയറിൽ കയറ്റി എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടന്ന് തിരിച്ച് എയറിലല്ല സ്പേസിലല്ല, അതും കഴിഞ്ഞ് ശൂന്യാകാശത്ത് പോയി നിന്നിട്ടാണ് പറയുന്നത് സോറി. എന്തായാലും തിരിച്ചറിവ് നല്ലതാണ് മോനെ, തിരിച്ചറിവ് നല്ലതാണ്. പക്ഷേ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയാസിൽ നീ തെറി വിളിച്ച് ആസ്വദിക്കുന്നതല്ലേ, നിന്റെ തെറിവിളി ആസ്വദിക്കാൻ ഒരുപാട് പേരുണ്ടാവാം. കാരണം തെറിവിളിക്ക് ആസ്വാദകർ കൂടുതലാണെന്നുള്ളത് ഞാൻ പണ്ടേ ഒരാളുടെ ലൈവ് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ തെറിവിളി എന്ന് പറയുന്നത് അത്ര വലിയ ആസ്വദിക്കാനുള്ളൊരു സാധനമാണോ എന്നുള്ളത് വരെ ഞാൻ ഡൗട്ട് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് വീണ്ടും മനസ്സിലാക്കുന്നു. കാരണം നീയൊക്കെ വളരുന്നതിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നിന്നെപ്പോലുള്ള ആൾക്കാരുടെ കണ്ടന്റ് ആണ് എന്നുള്ളത്. കാരണം ക്വാളിറ്റി കണ്ടന്റ് അല്ല, എത്രത്തോളം നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടോ ആ നെഗറ്റീവ് കമൻസിന് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിന്റെ തെറിവിളിയുടെയും നിന്റെ ഫാൻസിനെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും സോറി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. എന്തായാലും ശൂന്യാകാശത്ത് കേൾക്കാൻ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ വെച്ചെങ്കിലും നീ അത് പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിടുന്ന സമയത്ത് ഞാൻ പറയില്ലേ, മോട്ടിവേഷൻ ചെയ്തോളൂ. ഇന്നലെയും നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു. എൻ്റെ അമ്മ ആ വണ്ടിയിൽ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടുള്ള നിന്റെ ഒരു തെറിപ്പാട്ട്. ഞാൻ അതിലെ കമൻസ് വെറുതെ ഒന്ന് നോക്കിയതാണ്. നീ വിളിക്കുന്നതിനേക്കാൾ ഡബിൾ തെറിയാണ് നീ തിരിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടും നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെ നീ നല്ല രീതിയിൽ തന്നെ മോട്ടിവേഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പോട്ടെ, അത് നിൻ്റെ വേ ആണ്, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയായിരിക്കാം, ഒക്കെ നല്ലതാണ്. പക്ഷേ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടണം, നിന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കലും നീ വാദിക്കാനോ അവകാശപ്പെടാനോ പാടില്ല. കാരണം അത് ന്യായമല്ലാത്ത കാര്യമാണ്. കാരണം നിന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ചിലപ്പോൾ നിന്നെ വെറുക്കുന്നവരായിരിക്കും. കാരണം നിൻ്റെ സംസാരം കൊണ്ടും നിൻ്റെ സംസാര ശൈലി കൊണ്ടും നിൻ്റെ ഈ തെറിവിളി എന്ന് പറഞ്ഞ കണ്ടന്റ് കൊണ്ടും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും ബൈ.